അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ബൈക്ക് സിക്സ് ആഗ് മാനറിൽ വെട്ടിച്ചൊട്ടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചത്. ആ സമയത്ത് അദ്ദേഹം സ്പീഡ് കൂട്ടുകയും നടുവിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പുറകുവശവും ഇത്തരത്തിലെ നമ്പർ മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത്. ഇതെന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വാഹനമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നീ വല്ല കഞ്ചാവോ അതല്ലെങ്കിൽ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചുകൊണ്ട് പോകുന്നതെന്ന് സംശയിക്കപ്പെടുന്നു. നമസ്കാരം. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു വരികയായിരുന്ന ടൂ വീലർ യാത്രക്കാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടും നിർത്താതെ കടന്നു കളഞ്ഞിരിക്കുകയാണ്. അടൂരിലാണ് സംഭവം. അടൂരിൽ KP റോഡിൽ 14 മൈൽ ജംഗ്ഷനിൽ സമീപം പത്തനംതിട്ട എൻഫോഴ്സ്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഒരു വിദ്യാർത്ഥിനിയും ടൂ വീലറിൽ അമിത വേഗതയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു. എന്നാൽ ഇവർ നിർത്തിയില്ല. നിർത്താതെ കടന്നു പോവുക മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരെ നടുവിരൽ ഉയർത്തി കാണിച്ച് കളിയാക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ ഫോട്ടോ പകർത്തി നോക്കിയപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ പിന്നിലെ നമ്പർ പ്ലേറ്റും ഇല്ല എന്ന് മനസ്സിലായത്. നമ്പർ പ്ലേറ്റ് ഉണ്ട്, പക്ഷേ അത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ അവർ കടന്നു കളയുകയും ചെയ്തു. തുടർന്ന് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാഹനം തേടി പല CCTVകൾ പരിശോധിച്ചു. അങ്ങനെ ഒരു CCTVയിൽ നിന്നും ഇവരുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് ഈ ടൂ വീലർ യാത്ര ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ദൃശ്യങ്ങൾ വെച്ചിപ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഉള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TS പ്രജു മറന്നാണൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. എന്ത് സംഭവിച്ചത്? ഞങ്ങൾ സ്ഥിരം നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ട് അടൂർ കായംകുളം KP റോഡിൽ അതുപോലെ അടൂർ ബൈപ്പാസിൽ ആക്സിഡന്റ് കൂടുതൽ നടക്കുന്ന ഏരിയകളിലൊക്കെ ഇങ്ങനെ പരിശോധന നടത്തുമായിരുന്നു. എൻ്റെ കൂടെ പത്തനംതിട്ട എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരായ ഷമീർ MBI, AMBമാരായ അരുൺ സുലൈമാൻ, വിനീത് എന്നിവരുണ്ടായിരുന്നു. എൻ്റെ പേര് പ്രജു. ഞാനും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ലൈഫ് ലൈനിന്റെ അവിടെയുള്ള ജംഗ്ഷനിലേക്ക് വന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ വാഹനങ്ങൾ കൈ കാണിച്ചു ചേർത്ത് ഞങ്ങൾ പരിശോധന നടത്തി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ബൈക്ക് സിക്സ് ആഗ് മാനറിൽ വെട്ടിച്ചൊട്ടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചത്. ആ സമയത്ത് അദ്ദേഹം സ്പീഡ് കൂട്ടുകയും നടുവിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പുറകുവശവും ഇത്തരത്തിലെ നമ്പർ മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത്. ഫ്രണ്ടിലും നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതെന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വാഹനമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നീ വല്ല കഞ്ചാവോ അതല്ലെങ്കിൽ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചുകൊണ്ട് പോകുന്നതെന്ന് സംശയിക്കപ്പെടുന്നു. ഇതിനുശേഷം പിന്നെ എന്താ നിങ്ങൾ ചെയ്തത്? നമ്മൾ ആ വണ്ടി ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും. എന്തായാലും ഏതോ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികളാണ് എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ തെറ്റ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥർ പറയുന്നത് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് ഈ ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ എന്തെങ്കിലും തരത്തിൽ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റോ കൈവശം ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ വേണമെങ്കിൽ ഇവർക്ക് നിർത്താതെ പോകാം എന്നൊക്കെയാണ് അവർ അനുമാനിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇവർ വലയിലാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.